ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ മനോഹരമായ മീനച്ചാറാണ്. ആദ്യം എണ്ണ ചൂടായതിലേക്ക് മീനുകൾ ഇങ്ങനെ വിതറിയിടുക. അതിനുശേഷം അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അതിങ്ങനെ മൊരിഞ്ഞ് വരും. അത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ എണ്ണച്ചി പൊട്ടണം. അതിനകത്തോട്ട് എണ്ണ തിളയ്ക്കുന്നതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കണം. ആ പൊട്ടിയ എണ്ണയ്ക്കകത്തോട്ട് മുളകിടണം. എന്നിട്ട് അതിനകത്ത് ഉള്ളി കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി എടുക്കണം. കുറച്ച് കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം അങ്ങനെ ഇളക്കി 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 കൈ ഇളക്കി പക്ഷെ നമ്മൾ നിർത്തല്. നല്ലോണം ഇളക്കണം. അതിനകത്തോട്ട് ഉലുവ ഇടണം. ഉലുവ എല്ലാവരുടെ വീട്ടിൽ കാണും. ഉലുവ അങ്ങനെ ഇട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് വെക്കണം. നമ്മളെ കൈ ഇളക്കണം. അത്ര നേരമൊക്കെ ഇരുന്ന് ഇളക്കി അതിന്റെ മല്ലിപ്പൊടി എല്ലാം മുളക് പൊടി എടുത്ത് ഇടണം. അതിനുശേഷം നന്നായിട്ട് ആക്കിയിട്ട് മീനച്ചാർ എടുത്ത് അതിനകത്തോട്ട് മീനച്ചാറല്ല മീനെടുത്തിട്ട് വിനാഗിരി ഒഴിച്ചൊഴിക്കണം. ഒഴിച്ചൊഴിക്കണമല്ല, കുറച്ചൊഴിക്കണം. ഇച്ചിരി നന്നായിട്ട് കുറച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് ഇളക്കണം. കുറച്ചായിട്ട് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ കൈ കഴിക്കും. കുറച്ച് അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചായിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. കുറച്ചെന്ന് പറഞ്ഞ് ഒരു നുള്ളി ഇടല്ല, ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. നമ്മുടെ മീനച്ചാറ് റെഡി. നന്നായിട്ട് കണ്ടോ, നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയ മീനച്ചാറാ. നമ്മളതിങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ കണ്ടോളൂ. നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങളത് വീട്ടിൽ